രൂത്തിന്റെ പുസ്തകം 2-ാം അധ്യായം 18-ാം വാക്യം. അവൾ പെറുക്കിക്കൊണ്ടുവന്നത് അമ്മായിയമ്മ കണ്ടു. താൻ തിന്ന് ശേഷിപ്പിച്ചിരുന്നതും രൂത്ത് എടുത്ത് അമ്മായിയമ്മയ്ക്ക് കൊടുത്തു. ദൈവത്തിൻ്റെ പരിശുദ്ധ നാമം മഹത്വപ്പെടുമാറാകട്ടെ. പ്രഭാതയാമത്തിൽ തിരുവചനത്തെ ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിതത്തിൽ സകലതും നഷ്ടപ്പെട്ട ഒരമ്മായിയമ്മയും മരുമകളെയുമാണ് രൂത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പരിചയപ്പെടുന്നത്. ആശിക്കുവാനും ആശ്രയിക്കുവാനും പുകഴുവാനും ഒന്നുമില്ലാത്ത രണ്ടുപേർ. അതിൻ്റെ ചരിത്രമെല്ലാം നമുക്കറിയാം. മോവാബ്യ ദേശത്തു നിന്ന് സകലതും നഷ്ടപ്പെട്ട് കാൽനടയായിട്ട് ബത്ലഹേമിലേക്ക് തിരികെ വന്ന ഒരു അമ്മയും മകളും. അമ്മായിയമ്മയും മരുമകളുമാണ് ബന്ധത്തിൽ. എന്നാൽ അവരുടെ ജീവിതത്തിൽ സ്വന്തം അമ്മയെക്കാളും സ്വന്തം മകളെക്കാളും എന്തൊക്കെയോ അവരായിത്തീർന്നതായ ഒരനുഭവം നമ്മുടെ മുൻപിൽ നമുക്കായി വരച്ചു കാട്ടിയതായ ഒരു ജീവിത തലമുറ. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. പട്ടിണി കൊണ്ട് നട്ടം തിരിഞ്ഞപ്പോൾ അമ്മായിയമ്മ മരുമകൾക്കൊരു ഉപദേശം കൊടുത്തു. മകളെ, ഭിക്ഷ യാചിക്കുന്നതിൽ നല്ലത് നമുക്ക് കാലാപെറുക്കി ജീവിക്കാം. ഇവിടെ ധാരാളം വയലുകൾ ഉണ്ടല്ലോ. ഏതെങ്കിലും ഒരു വയലിൽ പോയി കാലാപെറുക്കി നീ അതിൽ നിന്ന് കിട്ടുന്നതായ പദം കൊണ്ടുവന്ന് നമുക്ക് ഉപജീവിക്കാം എന്നുള്ള ഉപദേശം പൂർണ്ണമായി അനുസരണ ബുദ്ധിയോടുകൂടി യൗവനക്കാരിയായ രൂത്ത് ഏറ്റെടുത്തു. ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. അവൾ പോയി. ഭാഗ്യവശാൽ നമുക്കറിയാം, അവൾ ബോവസിൻ്റെ വയലിൽ ചെന്നുപെട്ടു. അവിടെ അവൾക്ക് നല്ല ഒരു അംഗീകാരം ലഭിച്ചു. ബഹുമാനം കിട്ടി, സ്ഥാനം കിട്ടി, അവകാശം കിട്ടി, അധികാരം കിട്ടി. ബോവസിൻ്റെ ഉടയവളായി അവൾ ഒരു സുപ്രഭാതത്തിൽ മാറുന്ന ഒരന്തരീക്ഷവും അവിടെ ഉണ്ടായി എന്ന് രൂത്തിൻ്റെ പുസ്തകത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. എന്നാൽ ഇന്ന് നമ്മൾ വായിച്ചതായ വേദഭാഗത്തിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ കൂട്ടിക്കൊണ്ടുവന്ന് ചില കാര്യങ്ങൾ വ്യക്തമാക്കി നമ്മോട് ചില സന്ദേശങ്ങൾ തരുവാൻ ദൈവാത്മാവ് ആഗ്രഹിക്കുന്നു. നോക്കൂ, രൂത്ത് കാലാപെറുക്കുവാൻ പോയപ്പോൾ ബോവസിൻ്റെ വയലിൽ വെച്ച് അവൾക്ക് കിട്ടിയതായ ആ അംഗീകാരവും ബഹുമാനവും. ബോവസ് ധാരാളം അവൾക്ക് മലർ കൊടുത്തു. അവൻ്റെ ജോലിക്കാരോടൊപ്പം ചേർന്നിരുന്ന് ഭക്ഷിക്കാനും ചാറിനകത്ത് മുക്കി അപ്പം ഭക്ഷിക്കാനൊക്കെ ഉള്ള അവകാശമൊക്കെ കൊടുത്തു. എന്നാൽ അവൾ തിന്ന് തൃപ്തിയായപ്പോൾ അവൾ ബാക്കി വെച്ച ഭക്ഷണം, സാധാരണയായി അങ്ങനെയുള്ളതായ ഒരു സമയത്ത് ആ ബാക്കി വെച്ച ഭക്ഷണമൊന്നും പാഴ്സൽ കൊണ്ടുപോകാൻ ആരും നോക്കത്തില്ല. എന്നാൽ രൂത്തിനെ സംബന്ധിച്ചിടത്തോളം അവൾ അത് കളയാതെ അത് പൊതിഞ്ഞു കെട്ടി പാഴ്സലാക്കി. അതിനൊരു കാരണം, അവൾ ഈ വയലിൽ വന്നതും അവൾ കാലാപെറുക്കിയതും വയറ് നിറച്ച ആഹാരം ലഭിച്ചതും അവളുടെ സാമർഥ്യം കൊണ്ടല്ല. ഭവനത്തിൽ ഒഴിഞ്ഞ വയറുമായി ഒരു മാതാവിരുന്ന് കണ്ണുനീരൊഴുക്കുന്നത് കൊണ്ടാണ് എനിക്കിത് കിട്ടിയതെന്നുള്ളതായ ഒരു ബോധം അവളിലുണ്ടായി. അവളത് പാഴ്സലാക്കി അമ്മായിയമ്മയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്നതായി നമുക്ക് കാണുവാൻ കഴിയും. ജീവിതത്തിൽ നമ്മൾ പല മണ്ഡലങ്ങളിൽ എത്തിച്ചേരും. നമ്മൾ സ്വതവേ എത്തിയതല്ല. നമ്മളെ കഷ്ടപ്പെട്ട് അധ്വാനിച്ച് പ്രാർത്ഥനയോടെ കണ്ണുനീരോടെ വളർത്തിവിട്ടതായ ഒരു മാതാവിൻ്റെയും ഒരു പിതാവിൻ്റെയും ഒരു കരങ്ങൾ, ഒരു കണ്ണുനീരിൻ്റെ തുള്ളികൾ മറുവശത്തുണ്ട് എന്നുള്ളതായ ഒരു ബോധം മനുഷ്യനിൽ ഉണ്ടാകണം, ജീവിതങ്ങളിൽ ഉണ്ടാകണം, ദൈവമക്കളിൽ ഉണ്ടാകണം, കുഞ്ഞുങ്ങളിലും തലമുറകളിലും ഉണ്ടാകണം. അതുകൊണ്ടാണ് ദൈവത്തിൻ്റെ ആത്മാവിയ വചനത്തെ അവിടെ എഴുതി വച്ചിരിക്കുന്നത്. അവൾ തിന്ന് ശേഷിപ്പിച്ചതിനെ അവൾ കൊണ്ടുവന്ന് അമ്മായിയമ്മയ്ക്ക് കൊടുത്തു. അമ്മായിയമ്മയുടെ വിശപ്പിനെ അറിയുന്ന ഒരു മരുമകൾ, അമ്മായിയമ്മയുടെ ഇല്ലായ്മയെ അറിയുന്ന ഒരു മരുമകൾ, അമ്മായിയമ്മയുടെ പ്രാർത്ഥനയെ തിരിച്ചറിയുന്ന ഒരു മരുമകൾ വയലിൽ ചെന്നപ്പോൾ അവൾക്ക് സകലതും അവിടെ ഇതാ ദൈവം വിശാലതയുടെ വാതിലിനെ അവൾക്കായിട്ട് തുറന്നു. ഇനിയും അവൾ അങ്ങനെയുള്ളതായ ആ വിശാലതയിൽ നിന്ന് ലഭിച്ചതായ പ്രതിഫലത്തെ അമ്മായിയമ്മയുടെ മുൻപിൽ കൊണ്ടുവന്ന് അവിടെ വായിച്ചത്, അവൾ പെറുക്കിയതിനെ അമ്മായിയമ്മ കണ്ടു. അവിടെ രഹസ്യങ്ങളൊന്നുമില്ല. ആത്മാർത്ഥമായ തുറന്ന മനസ്സ്. അവളിൽ എന്ത് സമ്പാദ്യം, എന്താണ് അവൾ നേടിയതെന്നുള്ളതായ ഒരു ബോധ്യം അമ്മായിയമ്മയ്ക്ക് കൊടുത്തു.
അമ്മായിമ്മ അത് കണ്ടു, ദൈവത്തെ മഹത്വപ്പെടുത്തി. അവർ രണ്ടുപേരും കൂടെ സന്തോഷിച്ചു. ദൈവം കൊടുത്തതായ ഒരു പ്രതിഫലമോ? രൂത്തിനെ സംബന്ധിച്ചിടത്തോളം 10ാം തലമുറ വരെ യഹോവയുടെ ആലയത്തിൽ പ്രവേശിക്കുവാൻ പാടില്ല എന്ന് പറഞ്ഞതായ ഒരു ഗോത്രത്തിൽ, ഒരു വംശത്തിൽപ്പെട്ട ഒരു സ്ത്രീ. എന്നാൽ ദൈവം അവൾ ചില സൽസ്വഭാവങ്ങൾ കൊടുത്തപ്പോൾ ദൈവിക ജ്ഞാനത്താലും പ്രാർത്ഥനയുടെയും കണ്ണുനീരിൻ്റെയും അവസ്ഥയെക്കുറിച്ചും മാതാപിതാക്കളെക്കുറിച്ചുള്ളതായ ഒരു ചിന്തയും നവോമിയോടുള്ളതായ വിശ്വസ്തതയും ഒക്കെ ദൈവം കണക്കിലെടുത്തപ്പോൾ അവളുടെ വംശത്തിൽ ഉണ്ടായിരുന്നതായ ശാപത്തെ ദൈവം അനുഗ്രഹമായി മാറ്റി എഴുതി. കഥയെല്ലാം മാറ്റി. ദൈവമാണ് കൽപ്പിച്ചത്, മോവാബ്യരെ 10ാം തലമുറ പോലും അവരെ യഹോവയുടെ ആലയത്തിൽ പ്രവേശിപ്പിക്കുവാൻ പാടില്ല. പക്ഷെങ്കിൽ ഈ രൂത്തിൽ നിന്നും ഇതാ അവളുടെ കൊച്ചുമകൻ ഇസ്രായേൽ ജനത്തെ ഭരിക്കുന്ന രാജാവായി ദാവീദ് രാജാവ് ഇസ്രായേൽ ഗോത്രത്തെ വാണു. അവൻ്റെ സിംഹാസനം എന്നേക്കും നിലനിൽക്കുന്ന സിംഹാസനമായി മാറ്റപ്പെട്ടു. ആ ദാവീദിൻ്റെ മകൻ യഹോവയുടെ ആലയം പണിയുവാൻ അവന് ദൈവം ഭാഗ്യം കൊടുത്തു. നോക്കൂ, രൂത്തിൻ്റെ ജീവിതത്തിൽ വന്നതായ വ്യത്യാസം. അവളുടെ ഭവനത്തിലുണ്ടായിരുന്നതായ ശാപത്തെ ദൈവം അനുഗ്രഹമാക്കി. അവരുടെ ഞെരുക്കത്തെ ദൈവം വിശാലതമാക്കി. ഒന്നുമില്ലാതിരുന്നവരെ അവർക്ക് സകലതുമുള്ളതായി വലിയ മനോഹരമായ ധന്യനായ ആ ബോവസിൻ്റെ വയലിലെ അവകാശമാക്കുവാൻ, അധികാരിയാക്കുവാൻ ദൈവം അവളെ കൈക്ക് പിടിച്ചുയർത്തി. ഇതാണ് നമുക്ക് കിട്ടുന്നതായ ദൈവിക ജ്ഞാനത്തിൻ്റെ പ്രതിഫലം. നമ്മുടെ മാതാപിതാക്കളെയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരെയും കുറിച്ചുള്ളതായ ഒരു ചിന്ത നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരുന്നതായ വ്യതിയാനം അതാണ്. ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ജീവിതത്തിൽ വലിയ വലിയ അനുഗ്രഹങ്ങൾ നമ്മൾ പ്രാപിക്കുമ്പോൾ, അനേക സമൃദ്ധിയുടെ വഴികൾ നമ്മൾ കണ്ടെത്തുമ്പോൾ, നമ്മുടെ മുൻപിൽ വിശാലമായി തുറന്നു കിടക്കുന്ന അനേക വാതിലുകളെ നമ്മൾ ദർശിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഇതൊന്നും നമ്മുടെ കൈകൊണ്ട് അധ്വാനിച്ചിട്ടുള്ളതല്ല, നമ്മുടെ കഴിവ് കൊണ്ടും ജ്ഞാനം കൊണ്ടും നമ്മൾ നേടിയതല്ല. ഇതിൻ്റെ പിന്നിൽ ചില പ്രാർത്ഥനയുടെ കണ്ണുനീരുകൾ, ചില തുരുത്തികളിൽ നിറഞ്ഞു തുളുമ്പിയതിനാലാണ് ഇതിനൊക്കെയും കാരണമായി തീർന്നത്. നാം ഭക്ഷിച്ച് തൃപ്തിയാകുമ്പോൾ ബാക്കി വയ്ക്കുമ്പോൾ നമുക്ക് വേണ്ടി കണ്ണുനീരൊഴുക്കുന്ന ചില വയറുകൾ അല്ലെങ്കിൽ ചില കണ്ണുകളുടെ ആ ചില ജീവിതങ്ങൾ അങ്ങേപ്പുറത്ത് ഒഴിഞ്ഞ വയറുമായി കണ്ണുനീരോടെ കഴിയുന്നെന്നുള്ളതായ ഒരു ചിന്ത നമ്മളിൽ ഭരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അനുഗ്രഹം നിലനിൽക്കുവാൻ, വിശാലതയുടെ ആ കൊടുമുടിയിലേക്ക് നമുക്ക് പടികയറുവാൻ തക്കവണ്ണം നമ്മെ സഹായിക്കുന്നതായ ഒരു അനുഗ്രഹത്തിൻ്റെ വഴി ആ ഒരു ചിന്തയിൽ നിന്ന് നമുക്ക് ഉത്ഭവിക്കുന്നു, നമ്മളിൽ ആരംഭിക്കുന്നു. നമ്മളിൽ നല്ലൊരു തലമുറയുടെ ചിന്താഗതി, നല്ലൊരു കുടുംബത്തിൻ്റെ അന്തരീക്ഷം നമ്മളിൽ നിന്നും പൊട്ടിപ്പുറപ്പെടുകയാണ്. ഇന്ന് ലോകത്തിൽ കാണുവാൻ കിട്ടാത്തതായ ചില ഭാഗ്യ അവസ്ഥകളാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അനേക ഭവനങ്ങളിൽ നിന്നും അങ്ങനെയുള്ള അനുഗ്രഹങ്ങൾ മാറി ഇപ്പോൾ ആ അനുഗ്രഹത്തിൽ നിന്നും കണ്ണുനീരിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദൈവമക്കളിൽ ഇങ്ങനെയുള്ള ഒരു വ്യത്യാസമുണ്ടാകണം. അവർ ജീവിതത്തിൻ്റെ താഴ്ചയിൽ നിന്ന് താഴ്ചയിലേക്കല്ല, ഉയരത്തിലേക്ക് പടികയറുന്നതായ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതങ്ങളുടെ അവകാശികളായി മാറുവാൻ ഈ വചനങ്ങൾ നിങ്ങളെ സഹായിക്കുമാറാകട്ടെ. സകല ഇല്ലായ്മകളും ശാപങ്ങളും ദൈവം മാറ്റി അനുഗ്രഹത്തിൻ്റെ വഴികളായി മാറ്റും. നിന്റെ ജീവിതത്തെ ശാപത്തിൽ നിന്ന് വിടുവിക്കുവാൻ ദൈവം ശക്തൻ. ദൈവജ്ഞാനത്തെ പ്രാപിക്കുവാൻ ദൈവം നിന്നെ യോഗ്യനാക്കി തീർക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.